അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 174 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار أولئك الذين اشتروا الضلالة. ഇവിടെ തുടക്കത്തിൽ കാണുന്ന ഈ വാവ് ഉണ്ടല്ലോ, ഹംസക്ക് ശേഷം കാണുന്ന വാവിനെ നമ്മൾ റസ്മിൽ മാത്രം കാണുന്നതാണ് കേട്ടോ. ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഹർഫു സായിദയാണ്, ഒഴിവാക്കേണ്ട ഹർഫാണ്. ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടി കൊടുക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഊതി കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ഷീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഓതുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. മലയാളത്തിൽ നമ്മൾ റാ എന്ന് പറയുന്നത് പോലെ പറയരുത്. റോ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വാ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. വാത് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക. ബിൽ ഹുദാ വൽ അദാബ്. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് അഖ്സൽ ഹൽക്കാണ്, തൊണ്ടയുടെ അവസാന ഭാഗം. ഹുദാ വൽ അദാബ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. മഖ്റജ് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ബിൽ മഗ്ഫിറ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. മഖ്റജ് അദ്നൽ ഹൽക്കാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. എന്നുള്ള സൗണ്ട് കൊടുക്കുക. നമ്മൾ ഉപ്പുവെള്ളമൊക്കെ ഗാർഗിൾ ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടാണ് ഐനിൻ്റെ സൗണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും താഴെ ചുണ്ടിൻ്റെ ഉൾവശത്തെ വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യൂല. മഗ്ഫിറ ഈ കെട്ടുള്ള താക്കാണ് നമ്മൾ താ മർബൂത്ത എന്ന് പറയുന്നത്. ഈ താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. ഫമാ അസ്ബറഹും. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അടുത്ത വേർഡിലായിട്ടാണ്. മദ് ജായിസ് മുൻഫസിലാണ്. 2-4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. സ്വാദ് ഇത്ബാക്കിൻ്റെയും ഇസ്തിഅലാൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സുക്കൂനാവുന്ന സമയത്ത് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. അസ്ബറ എന്ന് ഓതരുത്. അസ്ബറ അസ്ബറ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അസ്ബറഹും അലന്നാർ. ഐനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. നൂരിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഇവിടെ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2-4-6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد ذلك بأن الله. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. ദാലിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ദാലിക ബിഅന്നല്ലാഹ്.
നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൽ മുന്നേ ഉള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബി അന്നല്ലാഹ നസ്സലൽ കിതാബ്. സായി ഉച്ചരിക്കുന്ന സമയത്ത് അസ് എന്നുള്ള തേനീച്ചയുടെ മുളൽ പോലെയുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. നസ്സലൽ കിതാബ്. ത കൂടെ അലിഫ് സ്വഹൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ബിൽ ഹഖ്. ലാം ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. മഖ്റജ് വസത്തുൽ ഹൽക്ക് തന്നെയാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ട് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വഖഫ് ചെയ്യലാണ് നമുക്ക് ഉത്തമം. അപ്പോൾ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖാഫ് ഖൽഖല ലെറ്റർ ആണല്ലോ, അപ്പോൾ നമ്മൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. നസ്സലൽ കിതാബ ബിൽ ഹഖ്. ബിൽ ഹഖ് അതുപോലെ വഖഫ് ചെയ്യുക. വ ഇന്നല്ലദീൻ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, പക്ഷെ മണിക്കാതെ ഓതുക. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ഇഖ്തലഫു. ഇവിടെ നമ്മൾ അല്ലദീൻ എന്നുള്ള വേർഡിൽ വഖഫ് ചെയ്തിട്ടാണ് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഹംദത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ വഖഫ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമ്മൾ കുറേശ്ശെ നിർത്തി ഒതുന്ന സമയത്താണ് ഇവിടെ ഹംദത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അപ്പോൾ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഖൽഖല ലെറ്റർ അല്ല, അപ്പോൾ ഫുൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. വ ഇന്നല്ലദീന ഇഖ്തലഫൂ. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ് ത പുറപ്പെടുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഫ കൂടെ വൗമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ഫിൽ കിതാബ്. ഫ കൂടെ വന്നിട്ടുള്ള യാമദിനെ നമ്മൾ കൂട്ടിയൊതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഹംദത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. ഹംദത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാം ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ത കൂടെ അലിഫ് സ്വഹൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കിതാബ് എന്ന് പറയരുത്, കിതാബ്. ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്. ഫ കൂടെ യാമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇവിടെ ഖാഫിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബ വന്നിട്ടുണ്ട്. അപ്പോൾ തെൻവീനിലുള്ള നൂനിനെ നമ്മൾ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതി കൊടുക്കുക. ഇവിടെ നൂനിൻ്റെ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കേയില്ല, മീമിൻ്റെ സൗണ്ട് ആക്കിയിട്ട് മാറ്റി മറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതുക കേട്ടോ. ശിഖാഖിൻ ബഈദ് അതുപോലെ ഓതുക. അയിനിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. മഖ്റജ് വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം. അവസാനത്തിൽ മദ് ആല് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.